ഇവരുടെ ഫാമിലി ഹിസ്റ്ററി എനിക്കറിയണം. കഥ ഞാൻ പറഞ്ഞു തരാം. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ. നിക്കക്കളിയില്ലാത്ത നിലയിലാണ് നമ്മൾ. തത്തയെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ. പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു. പറ്റില്ലെന്ന് ഇവിടെ വന്നപ്പോ എന്റെ കൈയും കാലും വിറച്ചു പോയി കുട്ടി. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. എന്നിട്ട് എന്താ അയാൾ മരിച്ചു പോയി. ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. കള്ളങ്ങൾ അടുക്കി അടുക്കി നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ഗോവിന്ദൻകുട്ടി. അവിടെ നിന്ന് വീണാ മതി, മൂക്ക് കുത്തി വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതൊന്നും ഇതിന് ശിവനെ കൈലാസം ഈ സത്യസന്ധത മാത്രം ബാക്കില് ഒരിക്കലും ഇല്ല. ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട്. അസ്പ്രസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിന്മുഖരെ നുണയന്തിയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. അത് How deeply they are loving. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിയേ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി.